ഹലോ ഫ്രണ്ട്സ്, സോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. നമ്മളിത് ഇപ്പം ബെന്നാർഘട്ട നാഷണൽ പാർക്കിലാട്ടോ ഉള്ളത്. നമ്മളിത് ഇവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെയാണ് കാർ പാർക്കിംഗ് ആയിട്ട് വരുന്നത്. തൊട്ട് താഴെയായിട്ടോ ബൈക്കിൻ്റെയൊക്കെ പാർക്കിംഗ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ താഴെ പോയി ടിക്കറ്റ് കൗണ്ടറിന് അങ്ങോട്ട് പോയി ടിക്കറ്റ് എടുക്കാം. ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇനിയോ ഇവിടെ കയറുമ്പോൾ തന്നെ സൂ സഫാരി എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലെ വേണം അകത്തേക്ക് കയറാനായിട്ട്. ഇത് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ കുറേ കടകളൊക്കെ ഉണ്ട്. ഒത്തിരി പേര് കടയിലെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ചെറിയ ചെറിയ നമ്മുടെ ഈ ഐറ്റംസ് കിട്ടുന്ന കടകളാട്ടോ. തൊപ്പി, കണ്ണാടി, പിന്നെ പെൻസില് കാര്യങ്ങൾ, പിള്ളേർക്കുള്ള സാധനങ്ങളൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിനി എന്തായാലും ടിക്കറ്റ് എടുക്കാം. നേരെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാര്യങ്ങളെല്ലാം കാണാവുന്ന രീതിയിലെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 1600 രൂപയുണ്ട് 4 പേർക്ക്. നമുക്കിപ്പോൾ സൂ സഫാരി പ്ലസ് നമുക്ക് സൂ കാണാനുള്ള എൻട്രി ടിക്കറ്റും കൂടെ കൂട്ടിയാട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് 400 രൂപയാണ് വരുന്നത്. അങ്ങനെ 1600 രൂപ മൊത്തമായി. ടിക്കറ്റ് റേറ്റും കാര്യങ്ങളുമായിട്ട് താരിഫിൻ്റെ ഒരു ചാർട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. AC അതുപോലെ തന്നെ നോൺ AC ബസ്സൊക്കെയാണ് സഫാരിക്കുള്ളത്. അതുപോലെ തന്നെ 5 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോറിനേഴ്സിന് ടിക്കറ്റ് ചാർജ് കൂടുതലാട്ടോ. അതുപോലെ തന്നെ സ്കൂൾ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ അതിനും പ്രത്യേകം ചാർജുകളൊക്കെയാണ്. ബട്ടർഫ്ലൈ പാർക്കുണ്ട്. അതുപോലെ ക്യാമറയ്ക്കൊക്കെ സെപ്പറേറ്റ് ചാർജ് കൊടുക്കണുണ്ട്. അതുപോലെ തന്നെ ജീപ്പിൽ നമുക്ക് പോകട്ടോ. തുറന്ന ജീപ്പുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി സൂവിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. ഇതിലാണ് നമ്മുടെ സൂവിൻ്റെ ആ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. വിംബ്രോ ടിക്കറ്റ് കൊടുത്തത് അകത്തേക്ക് ചെക്കിൻ ചെയ്യുക കേട്ടോ. ഇതിൽ വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. സഫാരിക്ക് പോകേണ്ടവർക്ക് ഇടത്തേക്കാണ് പോകേണ്ടത്. സൂ കാണേണ്ടവർക്ക് നേരെ ആയിട്ട് പോകണം. അത് റൈറ്റ് സൈഡിലെ ആ ഒരു ഇതിലൂടെയാണ് കയറേണ്ടത്. ശനിയാഴ്ചയാണ് നല്ല തിരക്കാട്ടോ. അതുകൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. എല്ലാവരും ഇവിടെ വണ്ടി കാത്തിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ. എന്നാ ഇഞ്ഞു 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 ആരെ കാണാൻ പോകും? ഇഞ്ഞു പിന്നെയോ കടുവല്ലാതെ തന്നെയാണല്ലോ ഇവിടെ. പറ എവിടെ വീഡിയോ പുലി. അതേ കുഞ്ഞ് വളരെ എക്സൈറ്റ്മെൻറ്റിലാട്ടോ. കടുവയും പുലിയെ കാണാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുക കേട്ടോ. 45 മിനിറ്റ് ആട്ടോ നമുക്കിവിടെ സഫാരി ഉണ്ടെന്ന് പറഞ്ഞത്. 45 മിനിറ്റ് ഈ കാടിനുള്ളിൽ കൂടെയൊക്കെ പോയി നമുക്ക് കറങ്ങി വരാം കേട്ടോ. ധാരാളം മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് നമ്മൾ സഫാരിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. എന്തായാലും പോയി നോക്കാം. നമ്മുടെ ഈ വെയിറ്റിംഗ് ഏരിയയുടെ പുറകിലെടുത്ത് വലിയൊരു ചെതൽപ്പുറ്റ് ഉണ്ട് കേട്ടോ. എന്നാ വലുപ്പം നോക്കി. ഓരോ ഗ്രൂപ്പായിട്ടോ ആൾക്കാരെ അകത്തേക്ക് കയറ്റി വിടുന്നത്. നമുക്ക് പോകേണ്ട ബസ്സുകൾ ഇവിടെ എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ബസ്സിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബസ്സിൽ കയറാം കേട്ടോ. തിരക്ക് നോക്കി നമുക്ക് കയറാം. KSTDC എന്നും പറഞ്ഞ ഗവൺമെൻറ് ഓഫ് കർണാടകയുടെ കേട്ടോ ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു വണ്ടി കയറാം കേട്ടോ. ആൾക്കാരെല്ലാം വന്ന് ഈ വണ്ടിയിലേക്കാണ് കയറുന്നത്. നമ്മളെ വണ്ടി കയറി സൈഡ് സീറ്റൊക്കെ പിടിച്ചു കേട്ടോ. കുഞ്ഞു എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഇവന് സെറ്റല്ലേ? അങ്ങനെ നമ്മുടെ വണ്ടി എടുത്തിട്ടു. ഇനി നമുക്ക് ഏതൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. വണ്ടി നല്ല സേഫായിട്ട് വെളിയിൽ ഗ്ലാസ്സിനെല്ലാം ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ടതില്ല. ഒരു സാധനം ഇതിൻ്റെ അകത്തേക്ക് കയറുമെന്ന് നമുക്ക് നോക്കണ്ട കേട്ടോ. ഈ കിടക്കണം കേട്ടോ ജീപ്പ് സഫാരി എന്ന് പറഞ്ഞ് പോകേണ്ട ജീപ്പുകളൊക്കെ ലെഫ്റ്റ് സൈഡിൽ കിടപ്പുണ്ട്. ലെഫ്റ്റ് സൈഡ് കേട്ടോ നേരത്തെ പറഞ്ഞ ബട്ടർഫ്ലൈ പാർക്കൊക്കെ വരുന്നത്. അങ്ങോട്ടേക്ക് ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. ഇവിടെ പല ഇതായിട്ട് തിരിച്ചേക്കും കേട്ടോ. ഹെർബിവോറസ്, കാർണിവോറസ്, അതുപോലെ തന്നെ ഓംനിവോറസ് എന്നും പറഞ്ഞ് പല സെക്ഷനായിട്ടാണ് ഇവിടെ ആനിമൽസിനെ ഇട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഹെർബിവോറസിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാട്ടോ. അങ്ങനെ നമ്മളിത് ആദ്യമായിട്ട് റൈറ്റ് സൈഡിലിട്ട് മാനിനെ കണ്ടു കേട്ടോ. ഇനി അപ്പുറത്തേക്ക് പല ആനിമൽസിനെയും കാണാൻ പറ്റും. നമുക്ക് നോക്കാം.
ഈ സൈഡിലൊക്കെ ആയിട്ട് ആനകളെ കാണാം കേട്ടോ. ഇവിടെ ഒരു കുട്ടിക്കൊമ്പൻ നിൽപ്പുണ്ട്. ചെറിയ ആന കേട്ടോ. ഈ താഴേക്കൊക്കെ ഇനി ഒരുപാട് ആനകളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇതിൽ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നോക്കാം കേട്ടോ. അവിടെ ആയിട്ട് ഒരു പുഴയിൽ ഒരാന പുഴയിൽ നിൽപ്പുണ്ട് കേട്ടോ. ആശാൻ കുളിക്കാൻ ഇറങ്ങിയ കേട്ടോ. അതൊരു വലിയ കൊമ്പനാട്ടോ. അവൻ ഈ ചൂടത്ത് നല്ല നീരാട്ടമൊക്കെ കഴിഞ്ഞ് കയറി വരുന്നുണ്ട്. നല്ല തലയെടുപ്പുള്ള ആന കേട്ടോ. അവൻ്റെ വരവ് കണ്ടോ, കയറി വരുന്നത് കാണാൻ നല്ല രസം കേട്ടോ. ഇതുപോലെ ഓരോ ഗേറ്റ് ഫെൻസ് വെച്ച് തിരിച്ചേക്കും കേട്ടോ. ഇനി നമ്മൾ അടുത്ത് ഓംനിവോറസ്, കരടി അങ്ങനെയുള്ള സംഭവങ്ങളുടെ ആ ഒരു സെക്ഷനിലേക്കാണ് കയറുന്നത്. ആ മരത്തിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു കരടി നിൽപ്പുണ്ട് കേട്ടോ. ഇത് നമ്മുടെ തൊട്ടടുത്തോടെ വലിയൊരു കരടി വന്നിട്ട് ബസ്സിന്റെ സൈഡിൽ കൂടെ ആശാൻ അപ്പുറത്തേക്ക് പോവാട്ടോ. കൊള്ളാം. നല്ല ഒന്നാന്തരം ഒരു സിംഹവും കിടപ്പുണ്ട് കേട്ടോ. നല്ല ഒന്നാന്തരം ഒരു കടുവ കേട്ടോ ഇതേ പോകുന്നേ. നല്ല വലിപ്പമുണ്ട്. കടുവ വലിയ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സഫാരി കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. വണ്ടിയിൽ നമ്മൾ തിരിച്ചു വന്നത് ഇവിടെ ഇറങ്ങി. ഇവന് എങ്ങനെ ഉണ്ടായിരുന്നു സഫാരി? എങ്ങനെ ഉണ്ടായിരുന്നു? ദിവ്യ എങ്ങനെ ഉണ്ടായിരുന്നു? കുഞ്ഞു ഇവിടെ നോക്കി എന്തൊക്കെ കണ്ടു എന്ന് പറഞ്ഞേ? ആ പിന്നെ അടുത്തോ? ആ കടുവേനെ കണ്ടു, കടിരീനെ കണ്ടു, മാനിനെ കണ്ടു, കരടി. ഇനിയിപ്പോൾ നമ്മൾ നേരെ സൂവിലേക്കാട്ടോ പോകുന്നത്. നമ്മൾ ടിക്കറ്റ് ഒരുമിച്ചാണ് എടുത്തത്. അതായത് സഫാരിയുടെയും സൂവിൻ്റെയും കൂടെ ഒരുമിച്ചാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമ്മളിനി നേരെ സൂവിലേക്ക് പോവാണ്. സൂവിലെ കാഴ്ചകളെല്ലാം കാണാം. ഇവിടെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിനി സൂവിൻ്റെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂവിൻ്റെ കാഴ്ചകൾ നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഒരുപാട് ലെന്തായി പോകും വീഡിയോയ്ക്ക്. അപ്പം അടുത്ത വീഡിയോ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.